ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി എത്തിയിട്ടുണ്ട്. ശ്യാം, ഒരു 7 മണിയോടെ കൂടെ എത്തും എന്നാണ് വിഷ്ണു പറയുന്നത്. കണ്ടെയ്നറോട് പിന്നിട്ടു. തീർച്ചയായിട്ടും ഏകദേശം ഒരു 10 മിനിറ്റിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെയും വഹിച്ചുള്ള പോലീസ് സംഘം ഇവിടെ എത്തും. അനൂപ് ചാക്കോവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുള്ളത്. അവർ അല്പസമയം കൂടി കഴിയുമ്പോൾ ഈ സെൻട്രൽ സ്റ്റേഷനിൽ ഇങ്ങോട്ടേക്ക് എത്തും. ഇതിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഏതായാലും നടി CJM-ലെത്തി രഹസ്യം വഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയതിനാൽ തന്നെ പോലീസ് അതിവേഗം തന്നെയാകും മറ്റ് കാര്യങ്ങൾ നടത്തുക. അതിനുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് ഒരുപക്ഷെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനുള്ള നടപടിയും ഒരുപക്ഷെ പോലീസ് നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ രാവിലെയോടുകൂടിയാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരുപക്ഷെ രാത്രിയോടുകൂടി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ നാളെയോടുകൂടിയാകും. എന്തായാലും അല്പ നിമിഷം കൂടി കഴിയുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെയും വഹിച്ചുള്ള വാഹനം ഇങ്ങോട്ടേക്ക് എത്തും. നിലവിൽ ഈ നടിക്ക് പിന്തുണയുമായി ഒരുപാട് പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്ത് തൊട്ട് അടുത്ത നിമിഷം തന്നെ ഇതിൽ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തതിൽ സർക്കാരിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് നടി തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഹണി റോസിനെ വിളിക്കുകയും ഈ എല്ലാ നിയമസഹായവും ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതിന് പിന്നാലെ തന്നെ ഇന്ന് രാവിലെയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അതിനാടകീയമായി തന്നെ കസ്റ്റഡിയിലെടുക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ട് വാഹനമെത്തും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. BNS അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതിലേക്ക് വരുമ്പോൾ ഒരല്പം പാടുപെടേണ്ടി വരും, ഒരുപക്ഷെ ജാമ്യം ലഭിക്കാൻ പോലും. എന്തായാലും അല്പ നിമിഷം കൂടി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള വാഹനം ഇങ്ങോട്ടേക്ക് എത്തും. സെൻട്രൽ SI അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ തിരിച്ചിട്ടുള്ളത്. വയനാടും തിരിച്ചിട്ടുള്ളത്. ഏകദേശം രാവിലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ച ശേഷം അവിടെ നിന്ന് തിരിച്ച വാഹനം ഏകദേശം മണിക്കൂറുകൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഹൈക്കോടതി ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഹൈക്കോടതി ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം വളരെ പെട്ടെന്ന് ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരുമായി അന്വേഷണ സംഘം എത്തും. ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അത് കഴിഞ്ഞ് ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിലാണ് ഇനി ക്ലാരിറ്റി വരേണ്ടത്. ഹണി റോസിന്റെ രഹസ്യമൊഴി ഇന്ന് CJM കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. അതടക്കം മജിസ്ട്രേറ്റിന് മുന്നിൽ അന്വേഷണ സംഘം അറിയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയായിരിക്കും സാധ്യത. അത് ഇന്നുണ്ടാകുമോ നാളെയോ എന്നുള്ളത് ഇനി അറിയേണ്ടത്.